ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് എങ്ങടാ പോണേ? അപ്പൊ ഞങ്ങളിന്ന് ചെക്കപ്പിന് പോവാണ്. പിന്നെ സീമന്തത്തിന് ഡ്രസ്സ് എടുക്കാൻ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഏട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയാണ് പോണത്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവർ വന്നു. നമുക്ക് സാരി എടുക്കണം, പിന്നെ ജ്വല്ലറിയിലൊന്ന് പോകണം, ഓർണമെൻറ്റ്സ് എടുക്കാണ്ട്. അപ്പം ഞങ്ങൾ റോയലിലേക്കാണ് പോയത്. കുന്നംകുളത്തെ പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട് റോയൽ. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ നല്ല സ്പേസ് ഉണ്ട്, നല്ല വലിയ ഷോപ്പാണ്. പാർക്കിംഗ് ഏരിയ ഒക്കെ നന്നായിട്ടുണ്ട്. ഉള്ളിലും നല്ല സ്പേസ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ അക്ഷിതിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അവിടെ പ്ലേ ഏരിയ ഉണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ അവിടെ തന്നെയായിരുന്നു. ജ്വല്ലറിയിലും വരണമെന്നേ അവനുണ്ടായിരുന്നില്ല. നല്ല കളിയിലായിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോകാൻ കാരണം മോനൊരു ബ്രേസ്ലെറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ നോക്കി. അപ്പോൾ അതിലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒരെണ്ണം. ഇതാണ് ഞങ്ങൾ അവന് വേണ്ടി സെലക്ട് ചെയ്ത ബ്രേസ്ലെറ്റ്. പിന്നെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഭംഗിയായിട്ടുണ്ട് ഷോപ്പ്, നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചെക്കപ്പിന് പോയി. ഒന്നും വീഡിയോ എടുത്തില്ല. കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുന്നംകുളത്ത് തന്നെ ടേസ്റ്റ് മന്ത്രയിലാണ് കയറിയത്. അച്ഛനും അമ്മയ്ക്കും മീൽസ് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ബിരിയാണി, ഞാനും മോനും അത് കഴിച്ചു. മോനൊരു ചെരുപ്പ് മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചു. ഇതാണ് സെലക്ട് ചെയ്തത്, ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കല്യാണിക്കാണ് പോയത് സാരി വാങ്ങിക്കാനും. സീമന്തത്തിന് പൊതുവേ പട്ടുസാരിയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ പട്ടുസാരി വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവർ ഒരുപാട് സാരികൾ കാണിച്ചു തന്നു. ഇപ്പോഴത്തെ മോഡൽ ഇതാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ സാരികളാണ് ബ്രൈഡൽ സാരിയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇതിൽ റേറ്റ് കൂടുതലും കുറഞ്ഞതും ഒക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പർപ്പിൾ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ റെഡ് വാങ്ങിക്കരുതെന്ന് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കല്യാണ സാരി റെഡായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡെലിവറിക്ക് പോകുമ്പോഴും ആ റെഡ് സാരി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് ഇനിയും റെഡ് വേണ്ടാന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ യെല്ലോ പർപ്പിളും കൂടി ഉള്ളതായിരുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷനായിരുന്നു ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാനതിന്ന് ഒന്ന് സെലക്ട് ചെയ്ത്. നിങ്ങൾ പറയാം എനിക്ക് അതിൽ ഏതാണ് ചേരുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ എനിക്ക് വേറെയും കുറേ മെറ്റേർണിറ്റി ഡ്രസ്സൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇനിയും ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിനി വേറൊരു ദിവസം പോകണം. അതിന് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.